ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതാ ഒരു 10 നാരങ്ങയുണ്ട്. ഇത് ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെച്ച് ആവി കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന് മുറിക്കണം. ഒരു 10 വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 3 പച്ചമുളക്, ഒരു ശകലം കരിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയ മസാലകൾ: 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 3 കടുക് വറക്കാനുള്ള ചുമലമുളക്. ഇനി നമുക്ക് നാരങ്ങ അരിഞ്ഞിട്ട് വരാം. എല്ലാവർക്കും അറിയായിരിക്കും നാരങ്ങ അച്ചാർ ഇടുന്നത്, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണിത്. ഇതാ നമ്മൾ നാരങ്ങ എല്ലാം അരിഞ്ഞ് വെച്ചു. ഇനി സ്റ്റൗ കത്തിക്കട്ടെ. ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടാവട്ടെ. ഇതാ ചീനിച്ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണേ, അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നമുക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി മൂത്തിട്ട് മറ്റുള്ളതൊക്കെ ഇടാം. വെളുത്തുള്ളി മൂത്തു. ഇനി നമുക്ക് പച്ചമുളകിടാം. മുളകിടാം. കരിവേപ്പില ഇടാം. സിമ്മയിലാക്കി വെക്കാം. മുളക് പൊടി ഇടാം. ഉലുവായും മഞ്ഞൾപ്പൊടി ഇട്ടു. മസാലകളെല്ലാം മൂത്തു. ഇനി നമുക്ക് നാരങ്ങ ഇടാം. ഉപ്പിടാം. ഉപ്പിട്ടിളക്കി ഇനി നമുക്ക് കായപ്പൊടി ഇടാം. ഒരു 1/2 സ്പൂണോ 3/4 സ്പൂൺ ഇട്ടാൽ മതി. കുറച്ച് നാരങ്ങയേ ഉള്ളല്ലോ. ഉപ്പും പുളി എരിവും ഒരുപോലെ നിൽക്കാൻ വേണ്ടി നമുക്ക് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയുമേ ഉള്ളൂ. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി. ഉപ്പുണ്ടോ നോക്കാം. അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മധുരമുണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ അറിയാം. നല്ല സൂപ്പർ നാരങ്ങ അച്ചാർ. ഇതാ നോക്കി, നമ്മുടെ നാരങ്ങ അച്ചാർ കണ്ടോ? അടിപൊളി അച്ചാറല്ലേ? എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണേ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാം ചെയ്യണേ.